മാമ ഇവിടത്തേക്ക് കുറേ മരങ്ങളായിട്ട് വന്നതാ. നമ്മൾ ഈ വലിയ തേക്കും മഹാഗണിയും ഒക്കെ മറിച്ച് മാറ്റിയിട്ട് അവിടെ കുറേ പഴവർഗ്ഗ തൈകൾ വെക്കാൻ വേണ്ടിയിട്ട്. അടിപൊളിയല്ലേ? ഓക്കെ. വലിയൊരു പ്ലാവ്, അതേപോലെ തന്നെ J33 ഒരെണ്ണം, അതേപോലെ തന്നെ മാവ്, അവിടെ കർപ്പൂര മാവ്, അതേപോലെ ഒരു മാംഗസ്റ്റ്യൻ പഴത്തിൻ്റെ തയ്യ് K100 എന്ന് പറഞ്ഞ വെറൈറ്റി മാംഗസ്റ്റ്യൻ, അതേപോലെ തന്നെ നല്ല വലിയ കോട്ടുകോണ മാവ്. അതെ ബഷീറിൻ്റെ കഥയിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ളത്. അതെ, പ്രധാനമായിട്ട് മാംഗസ്റ്റ്യൻ മര ചുവട്ടിലിരുന്ന കഥ എഴുതുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതാണ്ട് ഇത് ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കലപ്പാടി എന്ന് പറഞ്ഞ വെറൈറ്റി മാവാ. ഇതൊക്കെ വെക്കുമ്പോഴേ ഒരു 2.5 അടി സ്ക്വയർ കുഴി, 1.5 അടി താഴ്ച, അതിനകത്ത് നല്ലപോലെ വളമൊക്കെ ഇട്ട് അടിയിൽ ഭാഗത്തെ മണ്ണ് കുറേ എടുത്ത് പുറത്തിറക്കിയതിന് ശേഷം നമുക്ക് പുതിയ ആ മണ്ണ് തന്നെ തിരിച്ചിറക്കി വളമിട്ട് നടക്കണം. അടിപൊളിയായിട്ട് കയറി വരും. അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി ഇപ്പോൾ മരമൊക്കെ മുറിച്ച് റബ്ബറൊക്കെ വെട്ടി കളഞ്ഞിട്ട് മരങ്ങളായപ്പോൾ വയ്ക്കാൻ പോകുന്നത് എല്ലാവരും. ആ എന്നിട്ട് മുറിച്ച് കളഞ്ഞിട്ടാ പിന്നെ ഇപ്പോൾ അതിൻ്റെ തൈകളായി കാണുന്നത് ഇതുണ്ട്. പിന്നെ മറ്റ് ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. ആ ഭാഗത്തൊരു വലിയ മാവുണ്ടായിരുന്നു, അപ്പുറത്തും ഉണ്ടായിരുന്നു. അന്ന് 5 രൂപ ഒരെണ്ണത്തിന് വിലയുണ്ട്. അതെ 5 രൂപയെ. ആ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ഇപ്പം അന്ന് റബ്ബറിനൊക്കെ ഭയങ്കര വിലയായിരുന്നു. ഇപ്പം ചൈനയിൽ നിന്നൊക്കെ റെഡിമെയ്ഡ് സാധനങ്ങൾ വന്നു തുടങ്ങിയതിന് ശേഷം റബ്ബറിന് ഇപ്പം വില കുറവാണ്. അതുകൊണ്ട് റബ്ബർ കർഷകരൊക്കെ ഇപ്പം നിർത്തിക്കൊണ്ട് ഒരു സൈഡിൽ നിന്ന് നിർത്തി വന്നിട്ട്, മാത്രമല്ല തണൽ, വെയിലില്ല, പുരയിടങ്ങളിൽ വെയിലില്ല, അതേപോലെ തന്നെ അതിനകത്തുള്ള കീടങ്ങളും മറ്റുള്ള മരങ്ങളെല്ലാം നശിപ്പിക്കുക. അതെ ഇതിറക്കട്ടെ. ആ ഇത് രണ്ടും കലപ്പാടി മാവാ. എന്നുവെച്ചാൽ ഏകദേശം ഒരു 3 കൊല്ലം 4 കൊല്ലം പഴക്കമുള്ള റൂട്ട് സ്റ്റോക്കിനെ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ബഡ് ചെയ്യുന്നത്. ബഡാണേ, ഇത് നല്ല അടിപൊളിയായിട്ട് കായ്ക്കുന്നതാണ്. നല്ല ബുഷായിട്ട് കയറി വരും. അത്യാവശ്യം നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെച്ചു വിടും. J33 എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്, അതുപോലെ വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. 2 വെറൈറ്റി ഉണ്ട്. അത് പിന്നെ അതേപോലെ ചേർത്തേക്കാം. ഇനിയുള്ളത് വലിയ മാവുകളാണ്. ആണല്ലേ? ഇത് നല്ല വെയിറ്റുള്ള സാധനമാണ്. ഒറ്റയ്ക്കൊന്നും വെക്കാൻ നിൽക്കണ്ട. അതെ, ആവുന്ന ആരെങ്കിലും കൊണ്ട് അവിടെ സെറ്റ് ചെയ്ത് നല്ല പോലെ ചെയ്യണം. നല്ല പോലെ വളമിട്ട് വെക്കുന്ന പോലെ തന്നെ ഏറ്റവും പ്രധാനം മാസാമാസം വളമിട്ട് കൊടുക്കുക എന്നുള്ളതും ആണ്ടേ. രണ്ട് മൂടാണ്. നല്ല ഉഷാറ് പ്ലാന്റ്. അത് ഏകദേശം ഒരു 7 അടി 8 അടി പൊക്കത്തിൽ നല്ല ബുഷ് പ്ലാന്റ്. അത് മൊത്തം കവറുമായിട്ട് നല്ല അടിപൊളി പ്ലാന്റാണ്. ഇല്ല, പടന്ന് നടന്ന് കായ്ക്കും. ഓക്കെ. അയ്യോ, ഇനി അതുണ്ട്. കർപ്പൂരം പോവാന്ന്. പക്ഷേ നമ്മളെ ക്ലൈമറ്റിന് പറ്റിയ സാധനം തന്നെ ഇത്. എല്ലാ മാവിലും ഈ പുഴുക്കേട് വരും. അതെ ഇത് J33 എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത ഒരു തേൻ വരിക്ക വിഭാഗത്തിലുള്ള ഒരു പ്ലാവാണ്. പക്ഷെ നല്ല ആദായമാണ്. അതിപ്പോൾ വരും. നമുക്ക് ചെയ്യാം. നമുക്ക്
ഇത് വിയറ്റ്നാം പ്ലാവ് എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാവ് ആണേ. അത് ചക്ക പിടിച്ചതാ. ഇതിന് കവർ മാറി വെച്ചാലേ ഒരു പരിധി വരെ ഇത് കവറിനകത്തിരിക്കത്തുള്ളൂ. ഓരോ സ്റ്റേജ് മാറി മാറി വെച്ചുകൊണ്ടിരിക്കണം, എന്നാലേ നമുക്ക് സെറ്റായിട്ട് കയറി വരത്തുള്ളൂ. താണ്ടെ കർപ്പൂരം, ഈ വലത്തെ കയ്യിലിരിക്കുന്ന കർപ്പൂരമാവ്. അന്നേരം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയുടെ തനത് മാവ്, കർപ്പൂരമാവ്. അതെ, വലിയ സൈസുമാണ്, നല്ല ടേസ്റ്റുമാണ്. നാക്കിൽ വെച്ചാൽ കൽക്കൻ ഇറങ്ങി പോകുന്നതൊക്കെ ഇറങ്ങിപ്പോകും. അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്നു വലിയ മാവ്. എങ്ങനെ ഉണ്ടായിരുന്നു മാമൻ്റെ അഭിപ്രായത്തിൽ കർപ്പൂരമാവ് എങ്ങനെ ഇരിക്കും? ഏറ്റവും ക്വാളിറ്റി ഇല്ല, അതൊക്കെ അറിയാം എനിക്ക്. അടിപൊളി മാവല്ലേ, കഴിച്ചിട്ടുണ്ടല്ലോ, പറയേണ്ട കാര്യമുണ്ടോ? അതിനപ്പുറം വേറെ ഇല്ല, വേറൊരു മാവില്ലെന്ന് പറയുന്നത്. അതാണ് കൊല്ലം ജില്ലയിലെ കർപ്പൂരമാവ്, തനത് മാവ്. ആന്ന് 1 കിലോ മാങ്ങയെന്ന് പറഞ്ഞാൽ ചില സമയത്ത് 200-220 രൂപ വരെ വരും. ഇതാണ് നമ്മളെ താരം മാംഗോസ്റ്റിൻ. ഇതിൻ്റെ മാംഗോസ്റ്റിൻ ചുവട്ടിലിരുന്നാണ് ബഷീർ കഥ എഴുതിയതും. അതെ, അതെപ്പോഴും അനുസ്മരിക്കുന്നതാണ്. കാര്യം നല്ല രസമായിട്ട് കായ്ക്കുകയും ചെയ്യും. ഒരുപാട് വെയിൽ വേണ്ട, ഒരു മീഡിയം വെയിൽ വേണം വയ്ക്കാം. പിന്നെ എല്ലാത്തിനും മാസം വളം കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. ഓക്കെ. എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക് എന്ത് വേണം ഇടാം. പക്ഷേ അതിനേക്കാട്ടിലും ഒക്കെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കുഴിയെടുത്ത് നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് അടിവളം കൊടുക്കണം. ശരി. മഞ്ഞപ്പൂ ബൊമ്മ തെറ്റിയാ, ഇത് പണ്ട് കാലത്തുണ്ടായിരുന്നൊരു തെറ്റിയാ. ഇന്നതില്ല, ഇന്നത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ്ട് ഇതൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാം. അതാ ഭയങ്കര ഭംഗിയാണ്. ഇതിനകത്ത് കളറ് മാറി വരും. ഇത് ബൊമ്മത്തെറ്റി എന്ന് തന്നെ പേര്. മഞ്ഞ വന്നതിന് ശേഷം ഇത് ചുമപ്പ് കളറായിട്ട് മാറും. ബൊമ്മത്തെറ്റി ഇവിടെ വന്നപ്പോൾ കുറേ നാളിന് ശേഷം കാണാനായിട്ട് പറ്റിയ ഒരു തൈ ഉണ്ടാവും. ഇത് ഈ വിത്ത് തറയിൽ വീണ് കളിക്കും. ഓക്കെ അമ്മ, എന്തായാലും സന്തോഷമായ. കുഴപ്പമില്ല അല്ലമ്മ, കുഴപ്പമില്ലമ്മ. എന്തായാലും സന്തോഷമായ. എത്ര കൊല്ലം മുമ്പാ? കഴിഞ്ഞ വർഷം ഞങ്ങള് മറ്റേ ഇതുണ്ടല്ലോ ഗ്രൗണ്ട് ഓർക്കിഡ് മഞ്ഞ. ഓ, അതും അതിന്റെ കൂടെ ഒരെണ്ണം കൂടെ വാങ്ങിച്ചു. പക്ഷെ അതങ്ങ് ചീത്തയായി പോയി. മഞ്ഞ കളിച്ചാണ്ട് ഇപ്പൊ പൂട്ടതാ. മഞ്ഞ പൂട്ട് പോണ്ടല്ലേ. പിന്നെ ഒരു ചെമ്പരത്തി വാങ്ങിച്ചു. ചെമ്പരത്തിയൊക്കെ മേടിച്ചു. ചെമ്പരത്തി വാങ്ങിച്ച് ഒന്നങ്ങ് പോയി. ശരി. വളം വല്ലതും കൊടുക്കുമായിരുന്നോ? വളം ഞങ്ങള് ചാണകപ്പൊടി മാത്രമേ കൊടുക്കാറുള്ളൂ. ഈ ചെമ്പരത്തിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും, പിന്നെ നമ്മള് ഈ പിണ്ണാക്ക് കലക്കി അത് ഓടിച്ചു കൊടുക്കുമായിരുന്നു. അത് മാത്രമല്ല, ഈ ഫംഗിസൈഡ് ഒക്കെ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ചെമ്പരത്തിയെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വരുന്ന പ്ലാന്റുകളായിരിക്കും. കറക്റ്റ് മാസത്തിൽ ഒരിക്കൽ കൊടുക്കണം. 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. എല്ലാത്തിനും കൊടുക്കണം. ഈ മാവും പ്ലാവിനും എല്ലാത്തിനും 1 മാസം. ഡൈഅമോണിയം ഫോസ്ഫേറ്റ്, അല്ലെങ്കിൽ ഓർക്കിഡ് പൂക്കാനാണെന്നുണ്ടെങ്കിൽ ഓർക്കിഡ് പൂക്കാൻ വേണ്ടിയിട്ടുള്ള വളമുണ്ട്. അതായത് നൈട്രജൻ കുറഞ്ഞിട്ടുള്ള വളമുണ്ട്. അത് മേടിച്ച് ലൈറ്റായിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ ഇട്ട് നല്ലപോലെ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കയറി വരും. ശരി. വേണ്ടമ്മ, കുഴപ്പമില്ല. ഈ വീട് എത്ര കൊല്ലം പഴക്കമുണ്ടമ്മ? കേട്ടില്ല. 85-90 അകത്ത് കണ്ടിരിക്കും. ആണല്ലേ? 85-നും 90 വർഷം പഴക്കമുണ്ടല്ലേ? പഴക്കമുണ്ട്. അകത്ത് നല്ല തണുപ്പായിരിക്കും. അതെ, തട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെതായ എന്തോന്നുണ്ട് കണ്ടിട്ട്. ഓക്കെ. ഈ സ്ഥലം എവിടെയായിരുന്നു പറഞ്ഞോ? ഈ സ്ഥലം കിഴക്കേ കല്ലട, അതായത് കൊല്ലത്ത് കിഴക്കേ കല്ലട എന്ന് പറയുന്ന സ്ഥലത്താണ്. കല്ലടയാറ്റിന്റെ തെക്കുവശം. കല്ലടയാറാണ് വടക്കുവശം. വരമ്പുണ്ട് അപ്പുറത്ത് ബണ്ട്. പിന്നെ പഴയാറ്റുമുറി എന്ന് പറയും ഈ ഭാഗത്തിന്. ചീക്കക്കടവെന്ന് പ്രസിദ്ധമായ ഒരു കടവുണ്ട് നേരെ കിഴക്ക്, ഒരു 4 ഫർലാങ് അപ്പുറം. കടവഴി എന്ന് പറയുന്നത് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അപ്പുറവും പടിഞ്ഞാറ്. അകത്തൊന്ന് കയറി നോക്കട്ടെ എങ്ങനെയാണെന്ന്. കാര്യം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത്രയും പഴക്കമല്ലേ. അകത്ത് കയറിയിട്ട് തന്നെ അത്യാവശ്യം തണുപ്പുണ്ട്. ഇത്രയും വെയിൽ പുറത്താണ്, വിയർത്ത്. എന്നാലും അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ഒരു റിലാക്സേഷൻ ഫീൽ കേട്ടോ. അന്നത്തെ കെട്ടിൻ്റെയാ, അന്നത്തെ മണ്ണിൻ്റെയും അല്ലേ, ഒന്നാന്തരം കട്ട വെച്ച് കെട്ടി സെറ്റാക്കി. മച്ചിമ്പുറമാണോ ഇതിനകത്ത്? മച്ചിമ്പുറം ഉണ്ടല്ലേ. ഇത് മച്ചല്ലേ? ഓക്കെ. മച്ചിമ്പുറം വീട് വളരെ മനോഹരമായിട്ടുണ്ട്.
ഇപ്പോഴത്തെ ആ ഞരമ്പുകളാണ് മൊത്തം. ജോലിക്കാരൊക്കെ അന്നുണ്ടല്ലോ, ആ അവർക്ക് ആഹാരം കൊടുക്കുന്നതിനും ഇരിക്കാനും ഒക്കെ ഉള്ള സൗകര്യപ്പെടുത്തുക. ആ ഇതിനകത്തോട്ട് വെക്കട്ടെ. പിന്നെന്ത്, ആ പറഞ്ഞു. ആഹാരം കൊടുക്കുന്നതിനൊക്കെ നെൽകൃഷിയുള്ള സമയത്ത് ഒരുപാട് പേര് ജോലിക്കാർ വരുമായിരുന്നു. ശരി. അപ്പോഴവർക്ക് ആഹാരം കൊടുക്കുന്നതിന് അന്ന് ഈ എല്ലാവരെയും ഒന്നും അകത്തിരുത്തത്തില്ലല്ലോ. അതെ അതെ അതെ. ആ കാലത്ത് പുറത്തിരുന്നാണ് അവർ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവരുടെ എന്തുവാ അന്ന് പണ്ട് 80 വർഷത്തിനൊക്കെ പുറത്തല്ലേ എന്തുവാ ഇരുന്ന് കഴിക്കൂ. അതെ. പെരയ്ക്കകത്തോട്ട് പോലും അവർ കയറാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്നത്തെ ഒരു കാലഘട്ടം. അതെ. ചെറുതേനീച്ചക്കൂടാ അല്ലേ ഇത്? ആ ചെറുതേനീച്ചക്കൂട് 2 എണ്ണം ഉണ്ടോ? 2 അല്ല 4-5 എണ്ണം. 4-5 എണ്ണം ഉണ്ട്. ഇവിടെ 4 എണ്ണം ഉണ്ട്. അപ്പുറത്തൊരു എരുത്തിൻ്റെ അവിടെ ഒരു തോന്നുന്നുണ്ട്. ഓ, തേൻ കിട്ടാറുണ്ടോ? തേൻ അങ്ങനെ എടുക്കാറില്ല. വർഷങ്ങളായി ഇപ്പം. ആ അല്ല, വല്ലപ്പോഴും ഒക്കെ നോക്കും. ചിലപ്പോഴേ കിട്ടും. കഴിഞ്ഞ തവണ എടുത്തപ്പോഴേ 1 വർഷം കഴിയും. ഒരു 3 തേനി കൂടുതൽ കിട്ടി. 3 തേനിൽ മേളിൽ കിട്ടി. 1 ലിറ്ററേ സാധനം കിട്ടിയാന്ന്. അത് യാദൃശ്യമാണ്. അതെ. 100 വർഷമെങ്കിലും കണ്ടിന്യൂ പഴക്കം കാണും. ആ കപ്പിക്ക് 90 വർഷത്തോളം പഴക്കവും കാണും. 90 വർഷം പഴക്കം കണ്ടിരിക്കും. 100 വർഷം പഴക്കമുള്ള കിണറാണ്. അതെ. ഓ, അത് ഭയങ്കര സംഭവം അല്ലേ? അന്നത്തെ കാലത്ത് ആ ഒരു കപ്പിയാണ്. അത് ഇവിടെ തന്നെ ഉണ്ടാക്കിയതാ. വലിയൊരു സംഭവമായില്ലേ? ഇവിടെ തന്നെ ഉണ്ടാക്കിയതാ. അത് ഇവിടെ പറഞ്ഞാൽ ഇവിടെ അടുത്തൊരു കൊല്ലപ്പണിക്കൻ ഉണ്ടാക്കിയതാ. അത് എൻ്റെ പേര് ശാർങ്ങധരൻ. ഇതിന്റെ മേളിലോട്ട് കയറി ഇതിന്റെ മേളിൽ പോയല്ലേ? വെട്ടം കാണിക്കണോ അതോ അവിടെ പോയി സ്വിച്ച് ഇടണോ? അല്ലേ, സ്വിച്ച് ഇടണോ? പുറത്ത് ചെറിയ വെളിച്ചം കാണും. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഓ, പൊടിയത്തൊന്നുമില്ല. തലവണ്ട് പൊക്കി അങ്ങ് മേപ്പോട്ട് വെക്കാം. തലവണ്ട് തന്നെ വെളിച്ചം ഉണ്ടല്ലോ. ഉണ്ട്. പഴയ ഒരു ആട്ടുകെട്ടിലുണ്ട് ഇല്ലേ? കൊച്ചുങ്ങളെ കിടത്തുന്ന. അതെ. അത് കെട്ടി തൂക്കുമ്പോഴേ ആട്ടുകെട്ടില്ല. അത് കെട്ടി തൂക്കുമ്പോ ആട്ടുകെട്ടിലാണ്. അതെ. മേളിൽ കയറി ഒന്ന് കാണിച്ചാണേ. കണ്ടില്ലേ? ഇത് എത്ര കൊല്ലം പഴക്കം കാണും ഇതിന്? ഈ പറഞ്ഞ 10-90 വർഷത്തെ പഴക്കം കാണും. 90 കൊല്ലം പഴക്കമുണ്ട് ഇതിന്. അതെ. അതായത് ഈ ആട്ടുകെട്ടില്ല അതിന് 80-85 വർഷത്തെ പഴക്കം അതിനും കാണും. 85 കൊല്ലം പഴക്കമുണ്ട് ഇതിന്. ഇതിന്റെ മേളിൽ ഇങ്ങനെ വെച്ചേക്കുക. ഉപയോഗിക്കാതിട്ടേക്കുക. പിന്നെ ഒരു വലിയ ഇതൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഈ കഴുക്കോലും ഒക്കെ എന്ന് പറയാൻ കുറേ കൂടെ പഴക്കമുള്ളതായിരിക്കും ചിലപ്പോൾ. പഴയ കെട്ടിടം വാങ്ങിച്ചിട്ടേ ഭിത്തി ഉണ്ടാക്കി അതിൽ വെച്ച് ഫിറ്റ് ചെയ്തായിരിക്കാനും സാധ്യതയുണ്ട്. അന്നേരം ഈ മേക്കൂടിന് 100 വർഷത്തിനുമൊക്കെ അപ്പുറം പ്രായം കാണും. എൻ്റെ എന്തുവാ കഴുക്കോലൊക്കെ ഇറക്കിയേക്കുന്ന വേറെ രീതിയിലല്ലയോ? പേടിക്കേ വേണ്ട, സുഖമായിട്ട് കയറാം. സുഹൃത്തുക്കളെ, അന്നേരം ഇത് പഴയ കാലത്തെ ഒരു തൊട്ടിലാണ് കേട്ടോ. ഈ തൊട്ടിൽ മാത്രമല്ല, തൊട്ടിലിൻ്റെ അപ്പുറത്തൊരു വിളക്ക്, വേറെന്തോ ഒന്നുകൂടെ ഇരിക്കുന്നു കേട്ടോ. ഇത് കുറച്ച് ഇനി പിടിക്കാൻ പറ്റും, ഇങ്ങോട്ട് അടുപ്പിച്ച്. അയ്യോ, മൊന്ത. പിന്നെ അതിനപ്പുറത്ത് വേറെന്തോ ഒരു സാധനമുണ്ട്. അയ്യോ, ബാ, അടിപൊളി. അതുകൊണ്ടേ 90 കൊല്ലം പഴക്കമുള്ളതെന്ന് പറഞ്ഞാൽ 85-90 കൊല്ലം. അടിപ്പടിയില്ല. അതേപോലെ പഴയ മൊന്ത, വാവട്ടം കൂടുതൽ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സാധനം. ചെമ്പായിരിക്കും ഇത്. ചെമ്പല്ലേ? ചെമ്പ്. തണ്ടൊരു വിളക്ക്. അന്ന് ഈയം പൂശു അല്ലേ? ഒരു ഈയം പൂശിയ വിളക്ക്. ആഹാ. പിന്നെ ഇതെന്തോ സാധനം? കിഴിയോ? കാണണ്ട, നിധിയൊന്നുമില്ല. മൊന്തയല്ല. ദാണ്ട് ഇതും കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ. ഇതും കൂടെ കൊടുത്തത് അന്നത്തെ തൂക്കുപാത്രമല്ലേ?
ഒന്ന് കാണാൻ വേണ്ടി എടുത്താ കേട്ടോ. വിളക്കിൻ്റെ അഴിച്ചു വയ്ക്കുന്ന വിളക്ക്. ഓ, അന്നത്തെ ഗ്ലാസ് നോക്കി, അന്നത്തെ ഒരു ഗ്ലാസ്സാണ് കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഈ പുതുതലമുറയ്ക്ക് ഇതൊക്കെ ഒരു കൗതുകം കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും കണ്ട ഒരുപാട് സാധനങ്ങൾ ഇപ്പം ഇവിടെ കയറിയില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോകാനല്ലേ. ആ ആ ഓ കാപ്പി ഒഴിച്ചു വെക്കുന്ന അന്ന് കട്ടക്കാപ്പി അല്ലേ അത് കൂടുതലേ. അന്ന് ഈ കട്ടക്കാപ്പിയാണ്. അതെ. ആ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തേ. ഇത് മുറുക്കാനിടിക്കുന്ന ഒരു സാധനമാണ്, അല്ലേ പറയാൻ നോക്കൂ. ഇത് കാപ്പി ഒഴിച്ചു വെക്കുന്ന എന്തുവാണ് പറയുന്നേ, പാത്രം എന്ന് പറഞ്ഞാൽ മതി. ചോറ്റുപാത്രമല്ല. ഇത് മൊന്ത, വലുതും ചെറുതുമായിട്ടുള്ളത്. ഇത് കെണ്ടിയുടെ കൂട്ടുള്ള ഓട്ടുപാത്രം. അത് കഷായക്കലം, വലിയ അതുകൊണ്ടൊരു അതേ കഷായം വെക്കുന്ന കലമാണ്. അത് വെറും ചട്ടിക്കലം. അതെ. അത് ചിലത് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഇവിടെ മച്ചുംപുറത്താട്ടോ. മച്ചുംപുറത്ത് 90 വർഷം പഴക്കമുള്ള ഒരു മച്ചുംപുറം കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നതാ. എന്തായാലും അടിപൊളി കാഴ്ചകളായിരുന്നു. പിന്നെ ചൈനയുടെ വകയാണിത്. ചൈനയുടെ വകയായിട്ടുള്ള മറ്റേ പറ. ഏത് അത് നമുക്ക് പറയാനൊക്കത്തില്ല. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലേ ഉള്ളതായിരിക്കാം. ഒരുപാട് പഴയതല്ലേ. അത് പെയിൻ്റൊക്കെ അടിച്ചതാ ഇപ്പോഴൊക്കെ. മറ്റേത് പറയെന്ന് പറയും, നെല്ലളക്കാനുള്ളത്. മറ്റേ കൂജ, മറ്റേ മൊന്ത, കെണ്ടി. അത് ചങ്ങഴി എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. ചങ്ങഴി 10 ചങ്ങഴി ചേരുമ്പോൾ 10 ചങ്ങഴി ചേരുമ്പോൾ ഒരു പറ. ഇത് പറയാനോ? അത് പറ. എഴുത്തോലകൾ, പണ്ട് കാലത്തെ എഴുത്തോലകൾ ചെതലെടുത്ത് പോയതാ. ചെതലെടുത്ത് പോയി. കുറച്ച് ഭാഗമെങ്കിലും ഇല്ല, ഒട്ടുമില്ല. ആണല്ലേ. അപ്പം ഇങ്ങോട്ട് ആ ഓലയിൽ എഴുതുകയും ചെയ്യാൻ അറിയാമായിരുന്നു. എഴുതാറിയാം. ഇന്നത്തെ കാലത്ത് അങ്ങനൊന്നും ഇല്ല. ഇത് കാണാൻ വേണ്ടിയിട്ടുള്ള കൗതുകം ഞങ്ങളെ പോലുള്ള പുതുതലമുറകൾക്ക്. അപ്പോഴാ അക്ഷരം കാണണം, കാണിച്ചു തരാം. അക്ഷരം കാണാം. ഞാൻ എടുത്തോണ്ട് തരാം. ഇതാ ഒപ്പ് കണ്ടോ. ഇതൊക്കെ എന്നത്തേക്കും സൂക്ഷിച്ചു വെക്കണം കേട്ടോ. നമുക്ക് വരും. ഇതൊപ്പ് അഡ്രസ്. ലാപ്പള്ളി വീട്, പഴയാറ്റൂർ ഈസ്റ്റ് ഗാലറി ആയിരിക്കും. പിന്നെ ഗീതയുടെ തുടക്കം ഇങ്ങനെ നോക്കിക്കോ. ഭഗവത്ഗീതയുടെ തുടക്കമാണ് ഇത്. എവിടെയും കാണിക്കാം. പുണ്യസ്ഥാനം കുരുക്ഷേത്രം. പോരിനാശിച്ചു കൂടിയോർ എന്ത് താൻ സജ്ജയാ ചെയ്തൻ കൂട്ടരും പാണ്ഡുപുത്രരും. അന്നത്തെ തർജ്ജമ ചെയ്തതാ. മലയാള സംസ്കൃതത്തിലല്ല, മലയാള ലിപിയിൽ സംസ്കൃത പദ്യമല്ലയോ ഗീത, അതിനെ മലയാളീകരിച്ച് എഴുതിയേക്കുന്ന. ഇത് 100 വട്ടം വെട്ടി തിരുത്തിയുള്ളതായത്. ഇപ്പം കണ്ടോ, ആദ്യത്തെ ശ്ലോകം തന്നെ 2-3 വട്ടം എഴുതിയിട്ട് പിന്നെ അതിൽ നിന്ന് 4ാമത്തെ തിരിച്ച് എഴുതിയേക്കുക. നാരായണപിള്ള. അങ്ങോട്ടുണ്ടല്ലേ. പിന്നെ ഇത് മൊത്തം ഉണ്ട് കേട്ടോ. ഇത് 1-2 പേജല്ല, ഓരോന്നും എഴുതി 18 അധ്യായം കണ്ടോ. ഓരോന്നിലും പ്രത്യേകം വെട്ടി ഒട്ടിച്ച് 18 അധ്യായത്തിന്റെ പ്രത്യേകതയല്ല ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് അത്രയും വർഷം പഴക്കമുണ്ടെന്നുള്ളത്. ഇതൊരു 60
അതിന് ശേഷം എഴുതിയതല്ലേ. 60-ന് ശേഷം എഴുതിയത്. അന്നത്തെ ബുക്കായിരുന്നു. 4-60 വർഷമായിട്ടുണ്ട്. 60 വർഷം പഴക്കമുള്ള ബുക്കാണ് അതിനേക്കാളൊക്കെ ബുക്ക്. അതിനൊക്കെ 100 ചിലവാനും വർഷം പഴക്കമുള്ള ബുക്ക് ഇരിപ്പുണ്ട്. ഇരിപ്പുണ്ടോ? ഒന്ന് കാണാൻ പറ്റുമോ? ഇതെന്താ കാണാനെന്താ? 1110-11 നോട്ട് എഴുതിയേക്കുന്നതായത്. 10-11 ഇപ്പോഴേ 2000 അല്ല 200 അല്ലയോ? 1200 അല്ലയോ? ഇത് 2010 അല്ലല്ല, മലയാള വർഷമായത്. മലയാള വർഷം. ഇപ്പോഴിത് 90 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതാണ്. ഇത് മലയാള വർഷത്തിൽ അത് മലയാള വർഷം. അത് 110-111. ഇത് 200 ഈ വർഷം നമുക്ക്. 200 മലയാള വർഷം 200. ഇത് 100, 110 ആ സമയത്തുള്ളതല്ലേ? 90 കാലഘട്ടം. 90 വർഷം മുമ്പ് എഴുതിയതാ. എഴുതിയത് അന്നത്തെ ബുക്കാണ്. ഇനി ചിലപ്പോൾ ഇതിൽ പഴയതും കണ്ടേക്കും. ഇത് ഭാഷ പഠിപ്പിക്കുന്നതും എന്തുവാ ഒക്കെ ഒക്കെ കണക്കുകൾ. അധ്യായം 9. അടിപൊളിയായിട്ട് എഴുതിയിരിക്കുന്നു. അന്നത്തെ അക്ഷരമൊക്കെ നോക്കി. അന്നത്തെ ഫോട്ടോഷാണ്. യാദൃശ്ചികമായിട്ട് മരം വെക്കാൻ വേണ്ടി വന്നതാ അല്ലേ? നമ്മൾ മരം വെക്കാൻ വേണ്ടി വന്നത് നമുക്ക് കിട്ടിയേക്കുന്നത് നിധിയാണ്. നിധി അത് ഇത്ര കൊല്ലം പഴക്കം. ഇത് അതിൽ കുറയാതെ വരും. അതിനൊക്കെ മുമ്പ് ഉള്ളതായിരിക്കും. ഇതിലൊക്കെ എഴുതിയേക്കുന്നത് വേണേ പകർത്തിക്കോ. വേണേ പകർത്തിക്കോ. നാടകം, പഴയ കാലത്ത് നാടകം, അതിനെപ്പറ്റി വിശദീകരണം കൊടുത്തേക്കുക. അതെ അതെ. പക്ഷെ ഇതിനെക്കാട്ട് ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ചിന്തിക്കണ്ടേ? ചിലപ്പോ ഇതൊക്കെ നാളറിയാതെ ഇല്ലേ? നാളറിയാതെ മനുഷ്യരറിയാതിരിക്കുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും. അഡ്രസ് ഇതാ സ്കൂളിൻ്റെ 8. അന്നത്തെ 8 7 അതുവരെ ഉള്ളടേ. 24-10 അത് എഴുതിയേക്കുന്നത് 24-10-105 ആയിരിക്കും. ഇല്ലയോ? 105 എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 85 കൊല്ലം പഴക്കം. 85 90. 85-90 കൊല്ലം. ഇപ്പൊ 200. 112. 10-11-112. ഇത് 2024 ഇത് 112. ഇത് 110. ഇത് 200-ാം ആണ്ടാ നമ്മുടെ മലയാള വർഷം. ഇത് 112-ാം ആണ്ട്. അതെ, ഈ അക്ഷരത്തിന്റെ പ്രത്യേകത 113. 22/7/113. അതായിരിക്കും 110-111. ഇത് എത്രയായിരുന്നു? ഇത് 15 കേട്ടോ. ഇത് 115. വർഷങ്ങൾ കടന്നുപോയി. അന്ന് മലയാളം ഹയർ എന്ന് പറയുന്നതേ ഉള്ളു. അതിനപ്പുറം പഠിത്തമില്ല കേട്ടോ. അതിനപ്പുറമുള്ള വിദ്യാഭ്യാസമില്ല. അന്ന് തിരുവിതാംകൂർ എന്ന് പറയുന്നിടത്ത് 3 സ്കൂളുകളാണ് തുടങ്ങുന്നത്. അച്ഛൻ പഠിക്കുന്നതിന് 2-3 വർഷം മുമ്പ്. ഇതിലും പഴയത് കാണും. കണ്ടിരിക്കും. എനിക്ക് 81 കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് വേറെ ആരോ അയച്ചതാ. ഡേറ്റ് കാണും. കൊച്ചുനാളില് അന്ന് കൊയിലോണ. കൊയിലോൺ താണ്ടേ കൊല്ലം എന്നുള്ള. ഇത് 1873. 73. നമ്മളിത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അതിനും വർഷങ്ങൾ പഴക്കമുണ്ട് കേട്ടോ. താണ്ടേ ഡേറ്റ് കൺഫേം 18/4/73. 073. അതായത് ഇന്ന് 2024. ഇത് 18/4/73. ബഹുമാനപ്പെട്ട അമ്മാവ അറിയുന്നതിന് എന്ന് പറഞ്ഞാണ് അതിനകത്ത് വന്നേക്കുന്നത്. കോട്ടയത്ത് വന്നപ്പോൾ 4 മണിയായി. ഞാൻ NBS ചേർന്ന് അന്വേഷിച്ചപ്പോൾ സാഹിത്യ പ്രവർത്തന സഹകരണ സംഘം എന്ന സ്ഥാപനമാണ് NBS നടത്തുന്നതെന്ന് അറിഞ്ഞു. അത് മലയാള മനോരമ പത്ര മാപ്പീസിൻ്റെ എതിർവശത്താണ്. ഇവിടെ ചെന്ന് അതിൻ്റെ സെക്രട്ടറിയെ കണ്ട് വിവരം പറഞ്ഞു. ഗീതയുടെ വിവരണം ധാരാളം പ്രസിദ്ധീകരിക്കുന്നതിനായി
വരുന്നുണ്ടെന്നും വന്നതിനെ പ്രസിദ്ധീകരിക്കാൻ നിവൃത്തിയില്ലാതെ ആയിരിക്കുകയാണെന്ന് പറഞ്ഞു. ആ കൂടി അവരിപ്പോൾ ഗീതയുടെ വ്യവസായം മാത്രമാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഞാൻ വേറൊരാളിനോട് അന്വേഷിച്ചപ്പോൾ സാഹിത്യ പ്രവർത്തന സഹകരണ സംഘത്തിലെ അംഗങ്ങളെയെല്ലാം പ്രമുഖ സാഹിത്യകാരന്മാരാണ്. പ്രസിദ്ധീകരിക്കുവാൻ അവർക്ക് താല്പര്യമുള്ള പുസ്തകം ഒരു കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വയ്ക്കുകയും അതിൻ്റെ അപ്രൂവലോടുകൂടി മാത്രമേ പ്രസിദ്ധീകരിക്കാൻ കഴിയൂവെന്ന് അറിയിക്കുന്ന വിവരണം പ്രസിദ്ധീകരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൈവശമുണ്ടായിരുന്നത് കാണിച്ചില്ല. ഇത്രയും ഉള്ളതിൽ നിന്നും എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കമ്മിറ്റി മെമ്പർമാരെങ്കിലുമായോ ഈ ബന്ധത്തിൽ കൂടി മാത്രമേ ഇതിനെ കാര്യങ്ങൾ നടത്തിയുള്ളൂ എന്നാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയിച്ചാൽ ഞാൻ ചെയ്യാം. ഇവിടെ വിശേഷമൊന്നുമില്ല. അമ്മാവൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കത്ത് ചുരുക്കുന്നു. അനന്തരവൻ്റെ പേര് മാധവൻകുട്ടി. അന്ന് ബസ്സൊന്നും കാണത്തില്ല മിക്കവാറും. അത് 73 നക്ഷത്രഫലമാണ്. ഇത് സംസ്കൃത കവിതയെ മലയാളമാക്കിയേക്കുന്നത് 1150 മീനമാസത്തിൽ അന്ന് എഴുതിയത്. അത് മനസ്സിലാവുമെന്ന് നോക്ക്. മനസ്സിലാവും, പക്ഷേ അല്ല ഈ സംസ്കൃത പദ്യം നോക്ക്, അതല്ലയോ നോക്കേണ്ടത്. ശരി കടുക്കും വായിച്ചെടുക്കാനേ, വായിച്ചാൽ നമുക്ക് മനസ്സിലാവുമോ? അത് നമുക്ക് പാടാം. വേണം ഒരുപാടുണ്ട് കേട്ടോ. അതെല്ലാം അച്ഛൻ എഴുതിയതല്ല കേട്ടോ, ചിലത് ഞാൻ പകർത്തി അങ്ങോട്ട് എഴുതിയേക്കുന്ന. അതൊക്കെ ദശപുഷ്പം, കറുക, കൃഷ്ണക്രാന്തി പൂർവാകുന്നതല്ല, നിലപ്പന, കയ്യൂന്നി, മുക്കുറ്റി, തിരുതാളി, ഒഴിഞ്ഞ, ചെറുള, മുയിൽ ചെവിയൻ, ഇതെല്ലാം ഉണ്ട്, കുറേ ഉണ്ട് കേട്ടോ. പേപ്പർ നോക്കി, അത് ശ്രദ്ധിച്ചോ? അന്നത്തെ ആ പേപ്പർ ഉണ്ടല്ലേ, അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ? പുനലൂർ പേപ്പർ മില്ലല്ലേ ഇല്ലയോ? പുനലൂരുണ്ടല്ലോ അന്ന് പേപ്പർ മില്ലുണ്ട്. അന്നത്തെ മടക്ക് കണ്ട ഈ ബുക്കിന്റെ പണ്ട് നമുക്കൊന്നും ഇങ്ങനൊന്നും കാണാനുള്ളൊരു കേട്ടില്ല. നമ്മളെല്ലാം ഇങ്ങനെ കീറി എടുക്കുന്നത്. അന്ന് കാലത്ത് അവരതിന് ഒരു മാതൃക കണ്ടുപിടിച്ചെന്നുള്ളതാണ് അല്ലേ? മടക്കുമ്പം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാതൃക അന്ന് വെച്ചേക്കുന്നത്. തയ്യലാണ് തയ്ച്ചെടുത്തേക്കുന്നത്. ശരി, സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഒരുപാട് ഓർമ്മകൾ നമുക്ക് പങ്കുവെച്ച മാമ, സന്തോഷം. ഇത് സൂക്ഷിച്ചു പോയി. ഓക്കെ. വിജയ ട്യൂട്ടോറിയൽസ് കൊല്ലത്തുള്ളതാണ് കേട്ടോ. ഞാൻ ഇവിടെ മാവും പ്ലാവും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഈ വീട് ഇങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഒന്ന് കയറി മാമൻ്റെ അടുത്ത് തിരക്കിയതാ. ഇതേപോലെ ഇത്രയും വർഷം പഴക്കം ഉണ്ടല്ലോ ഇവിടെ, എന്തെങ്കിലും